ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമുക്കിന്ന് രാവിലെ തന്നെ തുടങ്ങിയാലോ. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അതായത് ഫുഡ് ഉണ്ടാക്കുന്നതും പാക്ക് ചെയ്യുന്നതും പിന്നെ നാസ്ത ഉണ്ടാക്കുന്നത്, സ്കൂളിലേക്ക് ലഞ്ച് ഒക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എപ്പോഴും ചായ കുടിക്കാറൊന്നുമില്ല രാവിലെ. അപ്പോൾ ഇന്ന് മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനിക്കും കൂടെ ചായ ആക്കാൻ വിചാരിച്ച്. എപ്പോഴും ചായ കുടിക്കുന്ന സമയത്ത് ചായയുടെ ചൂട് പോയിട്ടാണ് കുടിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ എന്തിനാ ഗ്യാസ്മേൽ വെച്ചിട്ട് ചായ ഉണ്ടാക്കണത്, നമുക്കത് ഫ്ലാസ്കിലെ വെള്ളം കൊണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ചെറിയ ചൂട് മതിയല്ലോ. അപ്പം ഞാൻ മോനിക്കും അതുപോലെ തന്നെ കട്ടൻ ചായയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ കട്ടൻ ചായ ഇട്ടതിന് ശേഷം മോനിക്ക് അവിടെ വെച്ച് കൊടുത്തിട്ട് ഞാൻ എൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അധികം ഇപ്പോൾ 2-3 ദിവസങ്ങളായിട്ട് മോനിപ്പോൾ എണീറ്റുകൊണ്ടുണ്ട്. രാവിലെ തന്നെ എണീറ്റ് എന്നെ കുറച്ച് ഇടങ്ങാറാക്കിക്കൊണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പൂരിയാണ്. അപ്പം പൂരിയും ചിക്കൻ കറി ഉണ്ടായിരുന്നു. രാത്രിയിൽ വെച്ച ചിക്കൻ കറി ഉണ്ട്. അപ്പം ഞാനധികം പൂരിക്ക് ബാജിക്കറിയാണ് ഉണ്ടാക്കൽ. പക്ഷെ ഇന്ന് പൂരീൻ്റെ കൂടെ ചിക്കൻ കറി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മോക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ പൂരിയും ബാജിക്കറിക്ക് പകരം പൂരിയും ചിക്കൻ കറിയും കഴിക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു ആട്ടേൻ്റെ കൂടെ ഞാൻ കുറച്ച് റാഗിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂരി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിലും ആണ് ആക്കിയിട്ടുണ്ടത്. അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയറ് വറവ്, അതുപോലെ തന്നെ ചിക്കൻ കറി, പപ്പടം പൊരിച്ചത്, ചോറ്. അതാണ് ഇന്ന് ഉച്ചക്കേക്ക് മോക്ക് കൊടുക്കണത്. നാസ്തക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പൂരിയും ചിക്കൻ കറിയും. ആദ്യം തന്നെ ഞാൻ ഗ്യാസിൽ നമ്മുടെ രാത്രിയിലത്തെ കറി ഉണ്ടല്ലോ അതൊന്ന് തിളപ്പിച്ച് വെക്കും. രാത്രിയിൽ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ കുറച്ച് കറി എടുത്ത് മാറ്റി വെക്കും. അതാണ് ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഞാൻ 2 ടിഫിൻ ഫസ്റ്റ് തന്നെ കൊണ്ടുവച്ചിനല്ലോ. അതിൻ്റെ തൊന്നിൻ്റെ രാത്രിയിൽ വെച്ചിട്ടുള്ള ആ ഒരു കറിയും അതുപോലെ തന്നെ ചോറുമാണ്. ഞാൻ ചോറും കറിയും ഇവിടെ ആക്കിയ തന്നെ ടിഫിനിൽ എടുത്തു വെക്കും മോക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ എടുത്തു വെക്കും. അല്ലെങ്കിൽ നോർമലി കറിയൊക്കെ ആണെങ്കിൽ ഞാൻ രാവിലെ ഉണ്ടാക്കി കൊടുക്കും. അതായത് നമ്മുടെ പരിപ്പ് കറി, അതുപോലെ വെള്ളരിക്കറി, അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാവല്ലോ, ചെറുപയർ കറി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയും കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി കൊടുക്കലാണ്. അപ്പം ഇതൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് മോൻ ഇങ്ങനെ വന്നിട്ട് കുറച്ച് സമയം എടുക്കുമാ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. ഓനെ കൊണ്ട് മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ എനിക്ക് ആദ്യം ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കാരണം ഓനിക്കിങ്ങനെ ഇറങ്ങിയിട്ട് കളിക്കാൻ വേണ്ട എടുക്കുന്ന പരിപാടി ഓനിക്കില്ല. പക്ഷെ മോള് ചെറുതുള്ള സമയത്ത് ഓളെ എടുത്തിട്ടായിരുന്നു പാത്രം കഴുകിയിട്ടുണ്ടായത്. ഓളെടുത്ത് പത്തലൊട്ടിട്ടുണ്ട്, ഓളെ എടുത്തിട്ട് അടിച്ചു വാരിയിട്ടുണ്ട്, തുടക്കലൊക്കെ ഇങ്ങനെ എടുത്ത് നടക്കേണ്ടി വരിക. കാരണം ഓക്ക് ആരും കൂച്ചില്ലല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് സമയം മോൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഓരോന്ന് ഒപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഇവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇടയ്ക്കൊന്ന് എടുക്കാൻ വേണ്ടി പറയും. ഒരു 2-3 മിനിറ്റ് എടുത്തതിന് ശേഷം മോനവിടെ ഇറക്കാം. പിന്നെ ഓനങ്ങനെ കളിച്ചോളും. ബോറടിക്കുന്ന സമയത്തായിരിക്കും അധികം വന്നിട്ടും എടുക്കുക പറയലേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചോറ് തിളപ്പിക്കാനാണ് വെക്കുന്നത്. കുറച്ച് ചോറ് അതിൻ്റെത്തേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അമ്മ ചോറുണ്ടാക്കൽ അടുപ്പിലാണ്. അപ്പോൾ രാവിലെ തന്നെ ചോറാക്കിയിട്ട് മോക്ക് കൊണ്ടുപോക്കൊന്നും നടക്കില്ല. കാരണം അടുപ്പിൽ ചോറ് വെക്കുന്നുണ്ട് എന്തായാലും ടൈം എടുക്കും. ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് തന്നെ കത്താൻ തന്നെ കുറച്ച് പണിയുണ്ട് എന്നമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അങ്ങനെ ചോറ് എടുത്ത് വെക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് എന്തായാലും ഗ്യാസ് മേലെ അല്ലാണ്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല. അടുപ്പ് കത്തിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. അത് കത്തിക്കാനില്ലേ ആ ഒരു ഇത് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉമ്മ പറയും ഇടയ്ക്ക് ഇങ്ങനെ കത്തിച്ച് നോക്കിക്കൂടെ എന്നൊക്കെ പറയും. കത്തൂല എന്നിങ്ങനെ വിചാരിക്കലാണ്. എപ്പോഴും ഇങ്ങനെ എന്താ കത്തൂല, കുറേ സമയം ഇങ്ങനെ ഊതൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഈ ചിക്കൻ കറി എടുത്തു വെച്ചെന്നാണല്ലോ പറഞ്ഞത്. ആ ഒരു ചിക്കൻ കറി അവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. സൈഡിൽ ഞാൻ പയറ് വറവ് ആക്കാൻ വേണ്ടിയിട്ട് ചട്ടിയും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയൊരു ചട്ടി വാങ്ങണമെന്ന് ഞാൻ ഉമ്മാനോട് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ കിട്ടുമായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് കുഞ്ഞു കുഞ്ഞു ചട്ടി, എനിക്ക് എല്ലാ സാധനവും ഈ ചെറുതിനോടാണ് ഭയങ്കര ഇഷ്ടം. വലുതിനായിട്ട് എനിക്കിഷ്ടം എല്ലാ സാധനവും ചെറുതാണ്. അപ്പോൾ ഈ കുഞ്ഞു ചട്ടിയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടപ്പും കാര്യങ്ങളെല്ലാം ഇല്ല ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കുറേ വീഡിയോസൊക്കെ കണ്ടത് അത് ഉപയോഗിക്കാൻ പാടില്ല, അത് രാജസ്ഥാനികൾ എന്തൊക്കെയോ കെമിക്കലൊക്കെ യൂസ് ചെയ്തിട്ട് ആക്കിയതാണ് പറഞ്ഞിട്ടാണ് ആ ചട്ടി അവിടെ ചാടേണ്ടി വന്ന് 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു രസം കണ്ടിട്ട്. അപ്പോൾ ഇനി
ഞാൻ നമ്മുടെ പൂരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ മോളെ മദ്രസയിൽ നിന്ന് കൂട്ടിയിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ എല്ലാം റെഡി ആവണം എന്നുണ്ടായിരുന്നു. കാരണം വന്നിട്ട് ഈ ചുടലൊന്നും നടക്കില്ല. അപ്പം ഞാൻ തേങ്ങ ഒക്കെ ചിരകിയിട്ട് ചില ദിവസങ്ങളിൽ ഫ്രീസറിൽ വെക്കും, ചില ദിവസങ്ങളിൽ ആവശ്യാനുസരണം ചിരവും. ചില ദിവസങ്ങളിൽ ഇങ്ങനെ വിചാരിക്കും വൈകുന്നേരം തേങ്ങ ഒക്കെ ഒന്ന് ചിരവി വെക്കണം എന്നൊക്കെ വിചാരിക്കലുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ നടക്കലില്ല. വൈകുന്നേരങ്ങളിൽ എനിക്ക് കൂടുതലും എന്താ പറയുക ടൈം ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. കാരണം ഞാൻ കുറേ സമയം ഈ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ടൈമിലായിരിക്കും ഇരിക്കൽ. അപ്പോൾ ആ ഒരു ടൈമും പിന്നെ അതിന് മുമ്പേ ഒരു 3 മണി ആ സമയത്തിന് മുന്നേ ആയിട്ട് ഇരിക്കും. ചില ദിവസങ്ങളിൽ എന്തെങ്കിലും പണികളുണ്ടാവും, അതായത് രാത്രിയിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ വൈകുന്നേരം ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും വൈകുന്നേരങ്ങളിൽ. അപ്പോൾ ഇപ്പം ഞാൻ പൂരി ചുട്ടെടുക്കുകയാണ്. ആദ്യം ഞാൻ വിചാരിച്ച് ടൈം ഉണ്ടെങ്കിൽ ഫുള്ള് ചുട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൂടെ. പിന്നെ എന്നും വീണ്ടും സ്റ്റവ് കത്തിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ പിന്നെ സമയം ഉണ്ടായിട്ടില്ല. അപ്പം മോക്ക് വേണ്ടിയിട്ടുള്ളതും പിന്നെ എനിക്ക് തിന്നാനുള്ളതും ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ ആ ഒരു പൂരി ചുട്ടെടുക്കുകയാണ്. ഈ ഒരു പൂരിയുടെ കളർ ഇങ്ങനത്തെ കണ്ടിട്ട് മോളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ റാഗി ചേർത്തിട്ടുണ്ടായിരുന്നു എന്ന്. ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നല്ലാണ്ട് ഇവർ രണ്ടുപേരും അങ്ങനെയുള്ളതൊന്നും കുടിക്കലില്ല. ഞാൻ ഇടയ്ക്ക് മുത്താറി കാച്ചി കൊടുത്താൽ പല കളിയും കളിച്ചിട്ട് കുറച്ചൊക്കെ കുടിക്കുമായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും ആയിട്ട് വയറ്റിലെത്തട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഫ്ലോപ്പായിരുന്നു, ആരും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ മുത്താറി നല്ലോണം കൂടുതലായിപ്പോയി അതിൻ്റെ അകത്ത്. പിന്നെ ഞാനൊരു പ്രാവശ്യം പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി ചുടുന്ന സമയത്തും ഇതുപോലെ പൂരി ചുടുന്ന സമയത്തൊക്കെ കുറച്ച് ചേർക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം അതിൻ്റെ അളവ് കുറച്ചിട്ട് ഗോതമ്പിൻ്റെ അളവ് കുറച്ച് കൂട്ടിയിട്ട് അങ്ങനെ ആക്കുമ്പം അങ്ങനെ ആയിരിക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ ഇത് ചുട്ടെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ചപ്പാത്തിയും അതുപോലെ തന്നെ പൂരിയൊക്കെ ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഓരോന്നിനും ഓരോ കോമ്പിനേഷൻ ഉണ്ട്. പുട്ടിന് കടലക്കറി, നൂൽപുട്ട് കടലക്കറി, അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ചപ്പാത്തി ചിക്കൻ കറി, അല്ലെങ്കിൽ ചപ്പാത്തി വേറെ എന്തെങ്കിലും മൊളീഷ്യൻ ചപ്പാത്തിയും വെജിറ്റബിൾ പത്തല് ചിക്കൻ കറി അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കൽ കുറവായിരിക്കും. ഓരോന്നിനും ഓരോ കോമ്പിനേഷൻ ഉണ്ടാവും. കറി അനുസരിച്ചിട്ട് നമ്മൾ ചില ദിവസങ്ങളിൽ ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് എന്തായാലും ഇതുണ്ടാക്കി. അപ്പം രാവിലെ തന്നെ ഉമ്മ പുട്ട് ചൂടാന്നായിരുന്നു പറഞ്ഞത്. മോക്ക് പുട്ട് ഇഷ്ടമാണ്. അപ്പം പുട്ടും ചിക്കൻ കറിയും കഴിക്കും. ചിക്കൻ കറി ഉണ്ടെങ്കിൽ നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ കഴിക്കും. അങ്ങനെ അതവിടെ ഞാൻ ആക്കിയെടുത്തതിന് ശേഷം മോക്ക് വേണ്ടിയിട്ടുള്ള പപ്പടം ചുട്ടെടുക്കുകയാണ്. കുറേ ദിവസങ്ങളായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടുണ്ട് ഉമ്മ പപ്പടം ഉണ്ടാക്കി തരുമോ, എല്ലാവരും പപ്പടം കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ പപ്പടമൊക്കെ കൊണ്ടുപോവാ ചോദിച്ചപ്പോൾ ഒരു കണ്ടെയ്നറിലാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അധികം എന്നും വീണ്ടും എണ്ണ ചൂടാക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ എന്താക്കൽ പപ്പടം പൊരിച്ച് കൊടുക്കാഞ്ഞത്. ഇന്ന് എന്തായാലും നമ്മൾ ഓൾറെഡി അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ഇടാക്കിനല്ലോ പൂരി ചുടാൻ. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ പപ്പടവും കൂടെ പൊരിച്ച് കൊടുത്ത് അങ്ങനെ ഫുഡൊക്കെ റെഡിയായി. മോള് അവിടുന്ന് സൈഡിൽ നിന്ന് ഞാൻ ഫുഡ് അവിടെ എടുത്ത് വെച്ചിട്ട് തിന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മാനെ കൂടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ചോറും ഉമ്മ വായിലിട്ട് കൊടുക്ക്, ഇല്ലെങ്കിൽ അതും കൊണ്ട് കുറേ സമയം ഇരിക്കും. അങ്ങനെ നമ്മുടെ ചോറും കറിയും അതുപോലെ സ്നാക്സിന് ഞാൻ സബർജില്ലയായിരുന്നു കൊടുത്തിട്ടുള്ളത്. അതുപോലെ വറവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം റെഡിയായി. ഈ ഒരു സമയത്തും ഓൾ അവിടെ ഇരുന്ന് തിന്നാണ്. കാരണം ഭയങ്കര സ്ലോ ആയിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് തിന്നുമ്പോൾ കുറച്ച് കളി കൂടുതലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ മാക്സിമം വേഗം തിന്നാൻ കൊടുക്കലാണ്. അപ്പോൾ 8 മണി 8:15 8:10 ഒന്ന് റെഡിയായി പുറത്ത് പോയിട്ട് കുറച്ച് സമയം ഇരിക്കേണ്ട ഒരു ടൈം കിട്ടണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട്. കാരണം ഇങ്ങനെ റഷായി ഓടി നടന്നിട്ടാണല്ലോ ഓരോന്നും ചെയ്യണത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചോറ് തന്നെ ആയിരിക്കും കൊടുക്കൽ. അതുപോലെ ഇടയ്ക്ക് ഫ്രൈഡ് റൈസും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ലഞ്ച് ബോക്സ് പറഞ്ഞിട്ട് കുറേ വീഡിയോസൊക്കെ കാണലുണ്ട് ഞാൻ. അതൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം ഒന്നും ഇവർ കഴിക്കൂല. അപ്പം ഇങ്ങനെ ചോറും തന്നെ ആയിരിക്കും പിന്നെ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചോറ് തന്നെയാണ് കൊടുക്കൽ. അതാകുമ്പോൾ ആ ഒരു ചോറ് വീട്ടിൽ നിന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എന്ത് സാധനവും വീട്ടിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടിയും കുത്തും കുഴപ്പമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും തിന്നലുണ്ടാവല്. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ചോറ് തന്നെ കൊടുക്കാം. ഉമ്മയൊക്കെ പറഞ്ഞ് ചോറ് തന്നെ കൊടുത്തു നല്ലത്, ഓളെ വയറ്റിൽ അങ്ങനെയെങ്കിൽ വൃത്തിക്ക് ചോറത്തിട്ട് വിചാരിക്കും. അപ്പോൾ പിന്നെ ഞാൻ അതന്നെ കൊടുക്കും. കുറച്ച് രാവിലെ ഒന്ന് നമ്മൾ മെനക്കെട്ടാലും പ്രശ്നമില്ലല്ലോ. പിന്നെ ബാക്കി കൊണ്ടുവരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ആക്കലുണ്ട്. മാമിനോട് പറയും, മാം അങ്ങനെ ചീത്ത പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഓളൊന്ന് പേടിപ്പിച്ചുകൊണ്ട് മാക്സിമം ഓള് ബാക്കി കൊണ്ടുവരാണ്ട് ഫുള്ള് കഴിക്കാൻ ട്രൈ ചെയ്യലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ റെഡിയായി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ലൈക്കും കൂടെ എനിക്ക് ആവശ്യമാണ്, കമൻസും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.